ഇലക്ഷൻ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ചില മണ്ഡലങ്ങളുണ്ട്, ഒരു യുദ്ധക്കളം പോലെയാണ്. അവിടെ ജയവും തോൽവിയും തമ്മിലുള്ള വ്യത്യാസം ചിലപ്പോൾ 100-200 വോട്ടുകൾ മാത്രമായിരിക്കും. ഓരോ വോട്ടിലും ഓരോ രാഷ്ട്രീയ ഭാവിയാണ് തൂങ്ങി നിൽക്കുന്നത്. അങ്ങനെയുള്ള ഒരു മണ്ഡലമാണ്, ഒരു സ്വിംഗ് സീറ്റാണ് അഴീക്കോട്. ഇന്ന് നമ്മൾ കേരളത്തിലെ ആ രാഷ്ട്രീയ പോർക്കളത്തിലേക്ക്, അഴീക്കോടിന്റെ മണ്ണിലേക്ക് ഒന്ന് ആഴത്തിലിറങ്ങി ചെല്ലുകയാണ്. അപ്പോൾ അഴീക്കോടിനെ ശരിക്കും മനസ്സിലാക്കാൻ നമ്മൾ 4 കാര്യങ്ങളിലേക്കാണ് നോക്കുന്നത്. ആദ്യം അവിടുത്തെ നാടും നാട്ടാരും എങ്ങനെയുള്ളവരാണെന്ന് കാണും. പിന്നെ അവിടുത്തെ രാഷ്ട്രീയത്തിലെ ആ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം നമ്മൾ വിലയിരുത്തും. അതിനുശേഷം വോട്ടർമാരുടെ മനസ്സിലെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് കേൾക്കും. അവസാനം ഈ വിവരങ്ങളെല്ലാം വെച്ച് ഒരു വിജയത്തിലേക്കുള്ള വഴി എങ്ങനെ തെളിക്കാമെന്നും നോക്കും. ഒരു സ്ഥലത്തെ രാഷ്ട്രീയം മനസ്സിലാക്കണമെങ്കിൽ ആദ്യം അവിടത്തെ മണ്ണിനെയും മനുഷ്യരെയും അറിയണം. അതുകൊണ്ട് നമുക്ക് അഴീക്കോടിന്റെ അടിസ്ഥാന കാര്യങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. അഴീക്കോടിനൊരു പ്രത്യേകതയുണ്ട്. ഒരേ സമയം അതൊരു നഗരമാണ്, ഒപ്പമൊരു ഗ്രാമവുമാണ്. ഒരു ഭാഗത്ത് കണ്ണൂർ കോർപ്പറേഷന്റെ ഭാഗമായ വാർഡുകൾ, ആ തിരക്കുകൾ. മറുഭാഗത്ത് അഴീക്കോട്, ചിറക്കൽ, പാപ്പിനിശ്ശേരി പോലുള്ള 5 പഞ്ചായത്തുകളുടെ ശാന്തത. ഈയൊരു നഗരഗ്രാമ മിശ്രിതം കാരണം ഇവിടത്തെ ആളുകളുടെ ആവശ്യങ്ങളും പലതാണ്. നഗരത്തിൽ നല്ല റോഡുകളാണ് വിഷയമെങ്കിൽ ഗ്രാമങ്ങളിലേക്ക് ചെല്ലുമ്പോൾ കുടിവെള്ളവും തൊഴിലുമായിരിക്കും പ്രധാന ചർച്ചാവിഷയം. ഇനി അവിടുത്തെ ആളുകളിലേക്ക് വന്നാൽ അഴീക്കോടിന്റെ സാമൂഹിക ഘടന വളരെ സങ്കീർണമാണ്. കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 70% ഹിന്ദുക്കളാണ്, 28% മുസ്ലിങ്ങളും. ഇതിൽ തന്നെ ഈഴവ, നായർ സമുദായങ്ങൾക്ക് നിർണായക സ്വാധീനമുണ്ട്. ഈ വൈവിധ്യമാണ് അഴീക്കോടിന്റെ ഭംഗി. പക്ഷേ ഇലക്ഷൻ വരുമ്പോൾ ഈ സാമൂഹിക ഘടന വളരെ സൂക്ഷ്മമായ രാഷ്ട്രീയ സമവാക്യങ്ങൾക്ക് വഴിവെക്കും. വലിയ രാഷ്ട്രീയ പ്രസംഗങ്ങൾക്കപ്പുറം ഒരു സാധാരണ വോട്ടർ ചിന്തിക്കുന്നത് എന്തായിരിക്കും? അവരുടെ ദൈനംദിന ജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചാണ്. അഴീക്കോടിലെ ജനങ്ങളെ അലട്ടുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ ഇവയാണ്. വേനലായാൽ വെള്ളം കിട്ടാനില്ല, പല റോഡുകളും പണിതീരാതെ കിടക്കുന്നു, ചെറുപ്പക്കാർക്ക് ജോലിയില്ല, പിന്നെ തീപിടിച്ച പോലുള്ള വിലകയറ്റം. ഇവയൊന്നും വെറും പരാതികളല്ല, ഇതവരുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഓരോ പൗരനും അന്തസ്സോടെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നത് ഭരണകൂടത്തിന്റെ കടമയാണ്. ആ ഒരു അന്തസ് ഉറപ്പാക്കുന്നത് ഇത്തരം അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമ്പോഴാണ്. അപ്പോ ഇങ്ങനൊരു സാഹചര്യത്തിലാണ് അഴീക്കോടിലെ രാഷ്ട്രീയം ഒരു ഞാണിന്മേൽ കളിയായി മാറുന്നത്. ഇവിടെ ഓരോ ഇലക്ഷനും ഒരു യുദ്ധം പോലെയാണ്. ഓരോ നീക്കവും നിർണായകമാണ്. ഈ കളിയുടെ തീവ്രത അറിയാൻ കഴിഞ്ഞ 2 ഇലക്ഷൻ റിസൾട്ട്സ് നോക്കിയാൽ മതി. 2016 UDF നേരിയ ഭൂരിപക്ഷത്തിന് ജയിച്ചു. 2021 LDF സീറ്റ് തിരിച്ചുപിടിച്ചു. കണ്ടില്ലേ, 2 തവണയും ഭൂരിപക്ഷം എത്ര ചെറുതാണെന്ന്. ഇതിന്റെ അർത്ഥമെന്താണ്? കുറച്ച് വോട്ടുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ മതി, ഫലം മാറി മറിയും. ഓരോ വോട്ടും ഇവിടെ പൊന്നാണ്. 2021 വോട്ടിംഗ് ശതമാനം ചെറുതായി കുറഞ്ഞതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോ ഈ മത്സരത്തിലെ പ്രധാന കളിക്കാരാരൊക്കെയാണെന്ന് നോക്കാം. ഒരു വശത്ത് നിലവിലെ MLA KV സുമേഷ്, യുവത്വത്തിന്റെ ഊർജവും ഭരണത്തിന്റെ പിൻബലവുമുണ്ട്. മറുവശത്ത് പരിചയസമ്പത്തും വ്യക്തിബന്ധങ്ങളും കൈമുതലായുള്ള KM ഷാജി. ഒരാളുടെ ശക്തി മറ്റൊരാളുടെ ദൗർബല്യമായി മാറുന്ന, ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു പോരാട്ടം. ഇതുതന്നെയാണ് അഴീക്കോടിനെ ഇത്ര ആവേശത്തിലാക്കുന്നത്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. സ്ഥാനാർത്ഥികൾ കളിക്കളത്തിലെ മുന്നേറ്റ നിരക്കാർ മാത്രമാണ്. കളി ജയിപ്പിക്കുന്നത് പിന്നണിയിൽ പ്രവർത്തിക്കുന്നവരാണ്. താഴെത്തട്ടിലുള്ള ആ കേഡർ ശൃംഖല പണം കൊണ്ടോ പരസ്യം കൊണ്ടോ ഒറ്റ രാത്രി കൊണ്ടുണ്ടാക്കിയെടുക്കാൻ പറ്റാത്ത ഒന്നാണത്. ഓരോ വീട്ടിലും കയറിയിറങ്ങി ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ട് ഇലക്ഷൻ ദിവസം അവരെ ബൂത്തിലെത്തിക്കുന്ന ആ നിശബ്ദ പ്രവർത്തകരാണ് ഒരു സ്ഥാനാർത്ഥിയുടെ ജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത്. ശരി, നേതാക്കളെയും പാർട്ടികളെയും വിടാം. ഈ കളിയുടെ വിധി തീരുമാനിക്കുന്ന ആളിലേക്ക് വരാം, വോട്ടർ. അവരുടെ മനസ്സിൽ എന്താണ് ശരിക്കും നടക്കുന്നത്? എന്തുകൊണ്ടാണ് അവർ ഒരു മുന്നണിയെ വിട്ട് മറ്റൊന്നിനെ പെട്ടെന്ന് പിന്തുണയ്ക്കുന്നത്? ഈ കാലത്ത് വോട്ടർമാരുടെ ചിന്താഗതിയിൽ വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. പണ്ട് ചില സൗജന്യങ്ങളോ കിറ്റുകളോ കൊടുത്താൽ വോട്ട് ഉറപ്പിക്കാമെന്ന് പാർട്ടികൾ വിചാരിച്ചിരുന്നു. എന്നാൽ ഇന്നങ്ങനെയല്ല. ഇതിനെയാണ് വെൽഫെയർ ഫെറ്റീഗ് അഥവാ ക്ഷേമ പദ്ധതികളോടുള്ള മടുപ്പ് എന്ന് പറയുന്നത്. അതായത് കിറ്റും പെൻഷനും മാത്രം പോരാ, മക്കൾക്കൊരു സ്ഥിരം ജോലി, നല്ല റോഡ്, മുടങ്ങാതെ വരുന്ന വെള്ളം, ഇങ്ങനെയുള്ള സുസ്ഥിരമായ കാര്യങ്ങളാണ് വേണ്ടതെന്ന് വോട്ടർമാർ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഈയൊരു മടുപ്പ് മാത്രമല്ല, വേറെയും ചില പ്രധാന കാരണങ്ങളുണ്ട് വോട്ടർമാരുടെ മനസ്സ് മാറാൻ. കുടുംബ ബഡ്ജറ്റ് താളം തെറ്റിക്കുന്ന വിലക്കയറ്റം ഒരു പ്രധാന കാരണമാണ്. അതോടൊപ്പം ഗൾഫിൽ നിന്നു പ്രതീക്ഷകളോടെ മടങ്ങിയെത്തി ജോലിയില്ലാതെ നിൽക്കുന്ന ചെറുപ്പക്കാരുടെ നിരാശ. പിന്നെ പാരമ്പര്യമായ ഒരു പാർട്ടിക്ക് മാത്രം കുത്തിയിരുന്ന പല സമുദായങ്ങളിലും മാറ്റങ്ങൾ വരുന്നു. ഇതിനെല്ലാം പുറമെയാണ് ആരു ഭരിച്ചാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു 5% വരുന്ന വോട്ടർമാർ.
അവരുടെ തീരുമാനമാണ് അഴീക്കോടിന്റെ വിധിയെഴുതുന്നത്. ഓക്കെ, അപ്പം നമ്മൾ മണ്ഡലത്തെക്കുറിച്ച് പഠിച്ചു, ആളുകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി, രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തി. ഇനി ഇതെല്ലാം വെച്ചുകൊണ്ട് എങ്ങനെയാണൊരു വിജയതന്ത്രം, ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. തന്ത്രം എന്നുമ്പോൾ സാധാരണയായി 4 വഴികളാണ് മുന്നിലുണ്ടാവുക. നമുക്കിതിനെ ഒരു ചതുർമുഖ തന്ത്രം എന്ന് പറയാം. ആദ്യത്തേത് ആക്രമണം, അതായത് എതിരാളിയുടെ വോട്ടിൽ വിള്ളലുണ്ടാക്കുക. രണ്ടാമത്തേത് സ്ഥിരത, അതായത് ഞങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ പറഞ്ഞ് വോട്ട് നേടുക. മൂന്നാമത്തേത് പുതുമ, പുതിയ സ്വപ്നങ്ങളും പദ്ധതികളും മുന്നോട്ട് വയ്ക്കുക. നാലാമത്തേത് സംരക്ഷണം, അതായത് ചില പ്രത്യേക വിഭാഗങ്ങളുടെ താൽപ്പര്യങ്ങൾ ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് ഉറപ്പു നൽകുക. ഈ 4ൽ ഏത് തന്ത്രം എപ്പോൾ ആരോട് പ്രയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നിടത്താണ് ഒരു പ്രചാരണത്തിന്റെ വിജയം. ജനങ്ങളോട് സംസാരിക്കുമ്പോൾ അവരുടെ സമ്മതത്തോടെ വിവരങ്ങൾ ശേഖരിക്കുന്നതും അത് ഉത്തരവാദിത്വത്തോടെ ഉപയോഗിക്കുന്നതും പ്രധാനമാണ്, പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു വിഭാഗത്തെ ലക്ഷ്യം വയ്ക്കുമ്പോൾ. അപ്പോൾ ഈ തന്ത്രങ്ങളൊക്കെ എങ്ങനെയാണ് പ്രവൃത്തിയിലേക്ക് വരുന്നത്? ഒരു ആക്ഷൻ പ്ലാൻ ഇങ്ങനെയിരിക്കും. യുവാക്കൾക്കും സ്ത്രീകൾക്കും വേണ്ടി പ്രത്യേക പദ്ധതികൾ, വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന റോഡുകളും പൈപ്പ് ലൈനുകളും എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുമെന്ന് ഉറപ്പ്, ഓരോ വാർഡിലെയും ചെറിയ പ്രശ്നങ്ങൾ പോലും കണ്ടെത്തി പരിഹരിക്കുക. ചുരുക്കി പറഞ്ഞാൽ വാഗ്ദാനങ്ങൾ കൊടുക്കുകയല്ല, പകരം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളുടെ വിശ്വാസം ആർജിക്കുക. അതാണ് പ്രധാനം. അപ്പോ അവസാനം നമ്മൾ വോട്ടറുടെ മുന്നിലുള്ള ആ വലിയ ചോദ്യത്തിലേക്കാണ് എത്തുന്നത്. ജയവും തോൽവിയും ഒരു നൂൽപ്പാലത്തിൽ നിൽക്കുന്ന അഴീക്കോടിന്റെ മണ്ണിൽ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടതെന്താണ്? നിലവിലുള്ള ഭരണത്തിന്റെ തുടർച്ച നൽകുന്ന ഒരു സ്ഥിരതയാണോ, അതോ പുതിയൊരു നേതൃത്വം കൊണ്ടുവന്നേക്കാവുന്ന മാറ്റത്തിനുള്ള പ്രതീക്ഷയാണോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരത്തിലാണ് അഴീക്കോടിന്റെ അടുത്ത 5 വർഷത്തെ ഭാവി തീരുമാനിക്കപ്പെടുന്നത്. നിങ്ങൾ ജനങ്ങളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നേതാവാകാനും നിങ്ങളുടെ മണ്ഡലത്തെ ഉയരങ്ങളിലെത്തിക്കാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ blueprintstrategies.ai യുമായി ബന്ധപ്പെടുക. mgr@blueprintstrategies.ai എന്ന ഇമെയിൽ വിലാസത്തിലോ 0842041602 എന്ന നമ്പറിലോ വിളിക്കാം. പർപ്പസ് ബിയോണ്ട് പൊളിറ്റിക്സ്.